ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൗണ്ട് റേറ്റിനെ പറ്റിയാണ്. പൗണ്ട് റേറ്റിന് മൂല്യം വീണ്ടും കൂടിയിരിക്കുന്നു, ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാൻ വീണ്ടും പുറത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എത്രത്തോളം എൻ്റെ സൗണ്ട് ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ശബ്ദത്തിലാണ് പറയുന്നത്. അപ്പോൾ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞ് പൗണ്ടിൻ്റെ വാല്യൂ വീണ്ടും കൂടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള വിദേശ നിക്ഷേപം കുറയുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള വിദേശ നിക്ഷേപങ്ങൾ കൂടുകയും GDP താഴ്ച, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസിക് ഇൻട്രസ്റ്റ് കുറച്ചു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ പൗണ്ട് റേറ്റ് വീണ്ടും കുറച്ച് പെൻസായിട്ട് വന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി പറയുന്നതനുസരിച്ച് ഏകദേശം 80% ഒരു 2 ആഴ്ചയോളം ഈ പൗണ്ട് വാല്യൂ വീണ്ടും കൂടി നിൽക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നോക്കണം. നിങ്ങൾ പൈസ ആണെന്നുണ്ടെങ്കിൽ നാട്ടിലോട്ട് അയക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ നാട്ടിലോട്ട് എത്തും. ഒരു പക്ഷേ പുറകോട്ടടിക്കാം, മുന്നോട്ടടിക്കാം. കാരണം 100% നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമില്ല. അപ്പം അത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും പൈസ അയക്കുക, നല്ലൊരു പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് തന്നെ നാട്ടിലെത്തും അയച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അവസരം മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.